നിങ്ങൾക്കറിയാമോ, ഈ കഴിഞ്ഞ 72 വർഷങ്ങൾ എന്നെ പഠിപ്പിച്ചത് എന്താണെന്ന്? നമ്മുടെ അച്ചീവ്മെൻറ്റ്സിൻ്റെയും സക്സസിൻ്റെയും ഒക്കെ അളവുകോൽ നമ്മൾക്ക് കിട്ടുന്ന കയ്യടികൾ മാത്രമല്ല, ഒരു ചെറു മന്ദഹാസവും ആശ്വാസവും എന്നതിനെ ആശ്രയിച്ചിരിക്കും എന്നുള്ളതാണ് വാസ്തവം. ഹായ് ഗായ്സ്, എല്ലാവർക്കും നമസ്കാരം. ഞാൻ ആലിസ് മാത്യു. നിങ്ങൾ സ്ഥിരമായി എൻ്റെ വീഡിയോസൊക്കെ കാണുന്ന ആൾക്കാരാണെങ്കിൽ നിങ്ങൾക്കറിയാം ഞാൻ ഇടുന്ന വീഡിയോ എങ്ങനെയൊക്കെ ഉള്ളതാണെന്നല്ലേ. എൻ്റെ ചില വീഡിയോസൊക്കെ ഞങ്ങൾ ടൂറിന് പോയ സമയത്തേതും, ഞങ്ങൾ ഊഞ്ഞാലാടിയതും, ഞങ്ങൾ ചിരിച്ചതും കളിച്ചതും ഭക്ഷണം കഴിച്ചതും അതുപോലെ സാധാരണയായിട്ടുള്ള കാര്യങ്ങളൊക്കെ ആയിട്ടുള്ള വീഡിയോസും ഞാൻ ഇടാറുണ്ട്. അതോടൊപ്പം തന്നെ വളരെ സീരിയസ് ആയിട്ടുള്ള ജീവിത പ്രാരാബ്ദങ്ങളെക്കുറിച്ചും പ്രശ്നങ്ങളെക്കുറിച്ചും ഫാമിലി ടൈസിനെ പറ്റിയും ആരോഗ്യത്തെ പറ്റിയും സൗന്ദര്യവർദ്ധനത്തെ പറ്റിയും ഒക്കെ ഞാൻ വീഡിയോസ് ഇടാറുണ്ട്. അങ്ങനെ ഞാനൊരു മാല വാങ്ങിയെന്നാലോ അല്ലെ ഒരു സാരി ഉടുത്താലോ അല്ലെ ഒരു ഷോപ്പിങ്ങിന് പോയാലോ ഒക്കെ ഞാനത് യൂട്യൂബിലൂടെ ഷെയർ ചെയ്യാറുണ്ട്. ഇവരെന്തിനാ ഇങ്ങനത്തെ ഫോട്ടോസൊക്കെ യൂട്യൂബിൽ കൂടി ഷെയർ ചെയ്യുന്നെന്ന് കുറച്ച് പേർക്കെങ്കിലും തോന്നിയിട്ടുണ്ടാകാം. 1-2 പേരൊക്കെ അതിനെ വിമർശിക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ എന്തിനാണ് ഇത്രയും നിസ്സാരമായ ഈ കാര്യങ്ങൾ ഷെയർ ചെയ്യുന്നത് എന്ന് ചോദിക്കുന്നവരോടുള്ള മറുപടി എന്താണെന്ന് അറിയാമോ? വെരി സിമ്പിൾ. എൻ്റെ ലൈഫ് ഒരു പെർഫെക്റ്റ് ലൈഫാണെന്നൊന്നും കാണിക്കാൻ വേണ്ടിയല്ല ഞാൻ ചെയ്യുന്നത്. ഫസ്റ്റ് ഓഫ് ഓൾ, മറിച്ച് എന്നോട് ഇഷ്ടമുള്ളവരെ ഒന്ന് ഓർമ്മിപ്പിക്കാൻ വേണ്ടിയാണ് ഞാൻ ആ വീഡിയോസൊക്കെ ചെയ്യുന്നത്. ആ ഓർമ്മപ്പെടുത്തൽ എന്താണെന്ന് വെച്ചെന്നാൽ, ഈ സന്തോഷം അല്ലെങ്കിൽ ഹാപ്പിനെസ് നമ്മൾക്ക് എക്സ്ട്രാ ഓർഡിനറി ആയിട്ടുള്ള അല്ലെങ്കിൽ അസാധാരണമായ വിജയങ്ങൾ നേടുമ്പോൾ കിട്ടുന്ന ഒന്നും മാത്രമല്ല, നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ നടക്കുന്ന ചെറിയ ചെറിയ കാര്യങ്ങളിൽ പോലും നമ്മൾക്ക് സന്തോഷം കണ്ടെത്താനാകും എന്ന് പറയാൻ വേണ്ടിയാണ് അങ്ങനെയൊക്കെ ഞാൻ ചെയ്യുന്നത്. നമ്മളിപ്പം ഒരു സാധനം വാങ്ങുകയോ അല്ലെങ്കിൽ ഒന്ന് പാർക്കിൽ പോവുകയോ അല്ലെങ്കിൽ റെസ്റ്റോറൻറ്റിൽ പോയി ഒരു ഭക്ഷണം കഴിക്കുകയോ ഒക്കെ ചെയ്യുമ്പോൾ സാധാരണ ആൾക്കാരൊന്നും അത് വലിയ സന്തോഷമായിട്ടൊന്നും കണക്കിൽ കൂട്ടാറില്ല. കാരണം അതൊക്കെ വളരെ നിസ്സാരമായിട്ട് തള്ളും, അല്ലേ? എത്ര പേരുണ്ട് അതൊക്കെ വലിയ കാര്യമായിട്ട് കരുതുന്നവർ? എന്നെ പോലെയുള്ളവർ, അല്ലേ? കരുതും. അപ്പോൾ ഇങ്ങനെ ഈ ചെറിയ ചെറിയ കാര്യങ്ങൾ നിങ്ങൾ സന്തോഷത്തിൻ്റെ ലിസ്റ്റിൽ ചേർക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. അങ്ങനെ നമ്മളിപ്പോൾ നമ്മുടെ ജീവിതത്തിലോട്ടൊന്ന് തിരിഞ്ഞു നോക്കിയെന്നാൽ അല്ലെങ്കിൽ ഒന്ന് ചകഞ്ഞു നോക്കിയെന്നാൽ അറിയാം, ഓരോ ദിവസവും, അതാണ് എൻഡ് ഓഫ് ദ ഡേ, നമ്മൾ കിടന്നുറങ്ങുന്നതിന് മുമ്പായിട്ട് നമുക്ക് ആ ദിവസം കിട്ടിയ ദൈവ അനുഗ്രഹങ്ങൾ അല്ലെങ്കിൽ സന്തോഷം നൽകിയ അനുഗ്രഹങ്ങളെയൊക്കെ ഒന്ന് ഓർത്ത് ഗ്രേറ്റ്ഫുൾ ആയിട്ട് ഒരു താങ്ക് യു ഗോഡ് എന്ന് പറഞ്ഞിട്ട് ഒന്ന് ഉറങ്ങാൻ കിടക്കുമ്പോൾ ശരിക്കും പറഞ്ഞെന്നാൽ നമ്മളെ നിദ്രാദേവി താനെ വന്ന് പുൽകും. അപ്പോൾ നിങ്ങളുടെയൊക്കെ ജീവിതത്തിലേക്ക് ഒന്ന് തിരിഞ്ഞു നോക്കിക്കേ. ഞാൻ ഈ പറഞ്ഞതിനേക്കാളും കൂടുതൽ കാര്യങ്ങൾ നിങ്ങൾക്ക് കാണും. ചെറിയ ചെറിയ സന്തോഷങ്ങൾ നിങ്ങൾക്കുണ്ട്. അപ്പോൾ നമുക്ക് കിട്ടാഞ്ഞതിനെ ഓർത്ത് അല്ലെങ്കിൽ നമ്മൾക്ക് സാധിക്കാൻ പറ്റാഞ്ഞ വലിയ കാര്യങ്ങളെ ഓർത്ത് ദുഃഖിക്കുന്നതിനേക്കാളും നല്ലത് നമ്മൾക്ക് കിട്ടിയ ചെറിയ ചെറിയ സന്തോഷങ്ങൾ അതിനെ ആസ്വദിച്ച് അതിനെ താലോലിച്ച് ഇരുന്ന് കഴിഞ്ഞാൽ നമ്മുടെ ജീവിതം നമ്മൾക്ക് സന്തോഷകരമാക്കാനായിട്ട് സാധിക്കും. ഞാൻ ഹസ്ബൻഡും ശരിക്കും വാർദ്ധക്യം ശരിക്കും എൻജോയ് ചെയ്യുന്നുണ്ട്. എന്ന് പറഞ്ഞെന്നാൽ നമ്മൾക്ക് വാർദ്ധക്യ സഹജമായ അസുഖങ്ങളോ ക്ഷീണങ്ങളോ പ്രയാസങ്ങളോ ഒന്നും ഇല്ലെന്ന് ഒരിക്കലും അർത്ഥമില്ല കേട്ടോ. ആവക പ്രയാസങ്ങളെല്ലാം, ആ ഫിസിയോളജിക്കൽ പ്രോബ്ലംസ് എല്ലാം ഉണ്ട്. എങ്കിലും നമ്മൾ അതിനെ ഒന്നും വലിയ കാര്യമായിട്ട് കണക്കിലെടുക്കുന്നില്ല. അതിനെയൊക്കെ നമ്മുടെ ചെറിയ ചെറിയ സന്തോഷങ്ങൾ കൊണ്ട് നമ്മളങ്ങ് കവർ ചെയ്യുകയാണ്. കാരണം ജസ്റ്റ് ബി പോസിറ്റീവ്. പിന്നെ ഒരു കാര്യമുണ്ടല്ലോ, എൻ്റെ വീഡിയോസ് ഒന്നും ഞാൻ പ്രശസ്തിക്കും പണത്തിനും വേണ്ടി ചെയ്യുന്ന ഒന്നല്ല. കാരണം ദൈവം സഹായിച്ച് എനിക്കിഷ്ടം പോലെ പ്രശസ്തി കിട്ടി. ഞാനൊരു യൂണിവേഴ്സിറ്റി പ്രൊഫസറായിട്ട് റിട്ടയർ ചെയ്യാൻ സാധിച്ചു. ഒരു മിസ്സസ് ഇന്ത്യ ആകാനുള്ള ഒരു ഭാഗ്യം ലഭിച്ചു. അതിൽ കൂടുതലൊന്നും പ്രശസ്തിയൊന്നും എനിക്ക് വേണമെന്നില്ല. അതിനകത്ത് ഞാനൊട്ട് അഹങ്കരിക്കുന്നുമില്ല. പിന്നെ അത്യാവശ്യത്തിന് കഞ്ഞി കുടിക്കാനുള്ള വകയൊക്കെ ഉണ്ട്. അതുകൊണ്ട് എനിക്കിനിയിപ്പോൾ യൂട്യൂബിൽ നിന്നും കിട്ടുന്ന വരുമാനം കൊണ്ടൊന്നും എനിക്ക് ജീവിക്കേണ്ട ആവശ്യമില്ല. അത് ഞാൻ മറ്റുള്ളവരെ സഹായിക്കാൻ വേണ്ടി തന്നെയാണ് ചിലവാക്കുന്നത്. ഇപ്പോൾ എൻ്റെ ആഗ്രഹം എന്താണെന്നോ അല്ലെങ്കിൽ എൻ്റെ ജീവിത പർപ്പസ് എന്താണെന്ന് അറിയാമോ? എൻ്റെ ഒരു വീഡിയോ ഒരാൾക്കെങ്കിലും ഒരു പുഞ്ചിരി സമ്മാനിക്കാൻ സാധിച്ചാൽ, അല്ലെങ്കിൽ ഒരു സ്ത്രീക്കെങ്കിലും തൻ്റെ ജീവിതത്തിൽ കോൺഫിഡൻസോടുകൂടിയുള്ള ഒരു തീരുമാനം എടുക്കാനുള്ള ധൈര്യം കൊടുക്കാൻ സാധിച്ചെങ്കിൽ, അതുമല്ലെങ്കിൽ വാർദ്ധക്യത്തിൽ ഇരിക്കുന്നവർക്ക് തൻ്റെ ജീവിതം വർത്താണ്, ഒരുപാട് അനുഭവ സമ്പത്തുകൾ നമ്മൾക്ക് സമൂഹത്തിന് സമ്മാനിക്കാൻ സാധിച്ച ഒരാളാണ് എന്നുള്ളൊരു വിചാരം കൊടുക്കാൻ സാധിച്ചെങ്കിൽ, ഒന്നുമല്ലെങ്കിൽ എൻ്റെ വീഡിയോ ഒരു പ്രചോദനമായിട്ട് ഒരു ഫാമിലിയോടൊപ്പം ഭാര്യയും ഭർത്താവും കുഞ്ഞുങ്ങളും അപ്പനും അമ്മയും ഒക്കെ ചേർന്ന്
ഒരു സായാഹ്നം ചെലവഴിക്കാനായിട്ട് ഒന്ന് പാർക്കിൽ പോകാനും അത് കഴിഞ്ഞിട്ടൊന്ന് റെസ്റ്റോറൻറ്റിൽ പോയി ഒരു ഡിന്നർ കഴിക്കാനും ഒക്കെയുള്ള ഒരു പ്രചോദനം നൽകിയെങ്കിൽ അല്ലെ അങ്ങനെ ആരെങ്കിലും ഒന്ന് ചെയ്തെങ്കിൽ ഞാൻ കൃതാർത്ഥയായി. മൈ മിഷൻ ഈസ് വർത്ത് വൈൽ. നിങ്ങൾക്കറിയാമോ, ഈ കഴിഞ്ഞ 72 വർഷങ്ങൾ എന്നെ പഠിപ്പിച്ചത് എന്താണെന്ന്? നമ്മുടെ അച്ചീവ്മെൻറ്റ്സിൻ്റെയും സക്സസിൻ്റെയും ഒക്കെ അളവുകോൽ നമ്മൾക്ക് കിട്ടുന്ന കയ്യടികൾ മാത്രമല്ല, നേരെ മറിച്ച് നമ്മൾ വിഷമത്തിലും പ്രയാസത്തിലും ഇരിക്കുന്നവർക്ക് കരുണയും ദയയും പ്രോത്സാഹനവും ഒക്കെ കൊടുത്ത് എത്ര പേരെ പ്രചോദിപ്പിക്കാൻ അല്ലെങ്കിൽ അവരുടെ ലൈഫിൽ ഒരു ഹോപ്പും ഒരു ചെറു മന്ദഹാസവും ആശ്വാസവും സമ്മാനിക്കാൻ സാധിച്ചു എന്നതിനെ ആശ്രയിച്ചിരിക്കും എന്നുള്ളതാണ് വാസ്തവം. അതാണ് നമ്മുടെ സക്സസ്. അല്ലാതെ നമ്മൾ കുറേ പണം സമ്പാദിച്ചോ കയ്യടി വാങ്ങിയത് കൊണ്ടോ ഒന്നും ആകത്തില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ വീഡിയോസ് ചെയ്യുന്നത്. എൻ്റെ വീഡിയോസ് ഒരുപാട് പേർക്ക് പ്രചോദനം നൽകുന്നു, ആശ്വാസം നൽകുന്നു എന്ന് അവർ ഫോൺ വിളിച്ചും കമൻസ് ഇട്ടും നേരിൽ വന്ന് കണ്ടും ഒക്കെ പറയുമ്പോൾ ശരിക്കും പറഞ്ഞെന്നാൽ എനിക്കുണ്ടാകുന്ന സന്തോഷം പറഞ്ഞറിയിക്കാൻ വയ്യ. അതാണ് എൻ്റെ മോട്ടിവേഷൻ. അതുകൊണ്ട് എൻ്റെ വീഡിയോസൊക്കെ ആരെയെങ്കിലും ഒക്കെ ഇൻസ്പയർ ചെയ്യാനും മോട്ടിവേറ്റ് ചെയ്യാനും സഹായിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. നമ്മളൊന്നും മനസ്സ് വെച്ചാൽ നമ്മളുടെ ജീവിതത്തിൻ്റെ എല്ലാ അധ്യായങ്ങളും നമ്മൾക്ക് സന്തോഷപൂരിതമാക്കാനായിട്ട് സഹായിക്കും. നമ്മൾ തന്നെ മനസ്സ് വയ്ക്കണം കേട്ടോ. കാരണം ഹാപ്പിനെസ് ഈസ് അവർ ചോയ്സ്. അത് നമ്മൾ തന്നെ തിരഞ്ഞെടുക്കണം, ആരും കൊണ്ടുത്തരത്തില്ല. അതുകൊണ്ട് അത് ഇഷ്ടമുള്ള രീതിയിൽ നിങ്ങൾക്ക് എങ്ങനെയാണ് ഇഷ്ടമെന്ന് വെച്ചെന്നാൽ ആ രീതിയിൽ സന്തോഷത്തെ കണ്ടെത്താനായിട്ട് ശ്രമിക്കണം. പ്രത്യേകിച്ച് വാർദ്ധക്യത്തിലായിരിക്കുന്നവരോട് ഞാൻ പറയുകയാണ്, ഇതുപോലെയുള്ള ചെറിയ ചെറിയ കാര്യങ്ങൾ സന്തോഷം കണ്ടെത്താനായിട്ട് നോക്കുക. അല്ലാതെ വെറുതെ മനപ്രയാസപ്പെട്ട അയ്യോ എനിക്ക് ആരുമില്ല, ഞാൻ ഒറ്റയാണ്, എനിക്ക് അപ്പടി മനപ്രയാസമാണ്, എനിക്ക് ഡിപ്രഷനാണ്, എനിക്ക് ആരുമില്ല എന്നുള്ള ചിന്തകളൊക്കെ അങ്ങ് വിടണം. നമ്മുടെ ലൈഫിൽ ഓരോ ദിവസവും ഒരുപാട് നല്ല കാര്യങ്ങൾ സംഭവിക്കുന്നുണ്ട്. സന്തോഷിക്കാനും മാത്രമുള്ള ആ ചെറിയ ചെറിയ സന്തോഷങ്ങളെ നിങ്ങൾ തന്നെ കണ്ടെത്തണം. അപ്പോൾ മറക്കണ്ട, ദൈവം തരുന്ന ഓരോ നിമിഷവും നമ്മുടെ ജീവിത പർപ്പസ് അല്ലെങ്കിൽ ലക്ഷ്യം അനുസരിച്ച് ജീവിച്ചാൽ നമ്മൾക്ക് സന്തോഷം താനേ വരും. അപ്പോൾ എല്ലാവരും ജസ്റ്റ് ഒന്ന് നമ്മളുടെ ജീവിത ലക്ഷ്യം എന്താണെന്ന് നോക്കി അതനുസരിച്ചൊന്ന് ജീവിക്കാനൊന്ന് ശ്രമിച്ചേ സന്തോഷം താനേ വരും. അപ്പോൾ എല്ലാവർക്കും നന്മകൾ നേർന്നുകൊണ്ട് തന്നെ ബൈ.